നമ്മളെ വീട്ടിൽ ചോർച്ച കൊണ്ടിരുന്ന വില്ലന്മാരാരൊക്കെ നോക്കിയാലോ, മഴ പെയ്തിട്ട് വെള്ളം പല സ്ഥലത്തും റൂഫിൽ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ചോർച്ച ഉറപ്പായിട്ടും വരും. സ്ലോപ്പ് ഇല്ലായ്മയാണ് അവിടുത്തെ പ്രശ്നം. പ്ലാസ്റ്ററിങ് ചെയ്ത റൂഫ് അല്ലെങ്കിൽ നോർമൽ കോൺക്രീറ്റ് റൂഫ് ഒരുപാട് നാളായി വെറുതെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ കാലാവസ്ഥക്കനുസരിച്ച് സ്വാഭാവികമായി അവിടെ ക്രാക്ക് വരും, മെല്ലെ മെല്ലെ ലീക്ക് വന്ന് തുടങ്ങും. വാട്ടർ ടാങ്കുകൾ, കോൺക്രീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടാങ്കുകൾ നേരിട്ട് നമ്മുടെ റൂഫിൽ വെക്കുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ അടിയിൽ നനവുണ്ടാവും. ഈ നനവ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ മെല്ലെ മെല്ലെ ക്രാക്കുകൾ വരും. അതിൻ്റെ അടിയിൽ കൂടി ലീക്കുകൾ നിർബന്ധമായും വരും. ചെടി വളർത്തൽ, റൂഫിൽ ചെടി വളർത്തുന്നത് വളരെ നല്ലൊരു പരിപാടിയാണ്. എല്ലാ വീടുകളും ഇന്ന് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ചട്ടികൾ നേരിട്ട് റൂഫിൽ വെച്ചിട്ടാണ് ചെടി വളർത്തുന്നതെങ്കിൽ അവിടെ എല്ലാ ദിവസവും വെള്ളം നനയ്ക്കുമ്പോൾ കാലക്രമേണ അവിടെ ഫുൾ ടൈം നനവുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ക്രാക്ക് വന്നിട്ട് ലീക്ക് വരും. ചെടി വളർത്താം, പക്ഷേ ഒരു സ്റ്റാൻഡ് പണിഞ്ഞ് അതിൻ്റെ മേലെ ചട്ടികൾ വെച്ചിട്ട് ചെടി വളർത്തുക. സൺഷെയ്ഡുകൾ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, മഴ പെയ്തു വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടിയും ലീക്ക് വന്നു തുടങ്ങാം. ഏതൊരു മഴക്കാലത്തിന് മുമ്പേ നമ്മളെ എല്ലാ ഡ്രെയിനേജ് പൈപ്പുകളും പോയിന്റുകളും ഒന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനും ലീക്ക് വരുന്ന അളവ് കുറയ്ക്കാനും സാധിക്കും.